ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സംഘർഷഭരിതമായ മണിപ്പൂരിൽ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മണിപ്പൂർ മുൻ മുഖ്യമന്ത്രി എം കൊയ്റെങ്കിൻ്റെ വസതിക്ക് നേർക്കായിരുന്നു പ്രാദേശികമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലിൻ്റെ ആക്രമണമുണ്ടായത്. ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് വാർത്തകൾ വരുന്നത്. മണിപ്പൂരിലെ മൊയ്റെങ്കിൽ സെൻട്രാ റോഡിലുള്ള മുൻ മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെയായിരുന്നു ആക്രമണം. അവിടെ 70 വയസ്സുള്ള ഒരാളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരം. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണിപ്പൂരിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു കുക്കി തീവ്രവാദികൾ നടത്തിയത്. ഇപ്പോൾ ഈ ആക്രമണം നടത്തിയത് ഏതു സംഘടനയാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഒരു സംഘടനയും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. സേന പ്രദേശം വളഞ്ഞ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ മണിപ്പൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു മിസൈൽ ആക്രമണം ഈ തീവ്രവാദ സംഘടനകൾ നടത്തുന്നത്. ഏതായാലും ശക്തമായ ഒരു സൈനിക ഓപ്പറേഷന് മണിപ്പൂരിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകൾ മുൻപുണ്ടായിരുന്നു. കാശ്മീരിന് സമാനമായി തന്നെയാണ് മണിപ്പൂരും കാണുന്നതെന്ന് കഴിഞ്ഞ ദിവസം സേനാ മേധാവി പറഞ്ഞിരുന്നു. കാരണം അത്തരത്തിലാണ് അവിടെ ആക്രമണം മുൻപോട്ട് പോകുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് ഒരു വലിയ തിരിച്ചടിക്കുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.